എന്നാ അവിടെ സ്ഥലം വിട്ടേക്കുന്നത്? A+ കിട്ടിയതല്ലേ, കുറച്ച് ലില്ലിപ്പൂക്കൾ വയ്ക്കാം അവിടെ. ആ എന്നാൽ പിന്നെ ആശംസകളിൽ നിന്ന് മാറ്റിയിട്ട് ആദരാഞ്ജലി നോക്കാം, നല്ല രസമുണ്ടാവും. ബേബി ചേട്ടാ, ഞാൻ അത്രയ്ക്ക് മോശം ഫോട്ടോഗ്രാഫറാണ്. ആ ഇത് പോര് ബേബി ചേട്ടാ. എന്നാ കുറച്ച് പടക്കം പൊട്ടുന്ന എഫക്റ്റ് വയ്ക്കുക താഴെ. ചെയ്യൂല ബേബി ചേട്ടാ, വൃത്തിയോട് ചെയ്യില്ല. അവിടെ സ്ഥലം വിടല്ലേ, ചുമ്മാ ബേബി ചേട്ടാ, പണിയെടുത്തില്ലെന്ന് അവർ പറയും. എന്നാ ഞാൻ ഇറങ്ങിക്കോ. വൃത്തിയോട് ചെയ്തിട്ടാണല്ലോ പണിയെടുത്തെന്ന് പറയണത്. ചാച്ചാ പോവാം. ചാച്ചാ ചാച്ചാ എന്നാടാ മഹേഷ്, പിന്നെയും പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. എന്നെ കാണിക്കുവാടാ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാം, കളറും ആക്കാം. അതിലെങ്ങാനും തൊട്ട നിന്റെ കൈ ഞാൻ വിട്ടു. നല്ലൊരു മൂമെന്റ് സംഭവിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം അത് നമ്മൾ തിരിച്ചറിയണം, ക്ലിക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം. അത്രേ ഉള്ള കാര്യം. എന്നുവെച്ചാ ഭക്ഷണം വേണേ വായി വെച്ച് തരാം, ചവച്ചു തരാൻ പറയരുത്. മഹേഷേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലടാ, പക്ഷെ പഠിക്കാൻ പറ്റും. ചേട്ടാ, ചേട്ടാ, മഹേഷ് ഭാവന ചേട്ടാ, ചേട്ടാ ഒന്നെനിക്കോ? അതെ ചേട്ടൻ. അയ്യോ, ഞാൻ കാണിച്ചേ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരും കൊണ്ടുതന്നെ നിങ്ങൾ കിടന്ന് തുള്ളുന്നേ. അടങ്ങ്. പെർമിഷൻ ചോദിക്കാതെ എൻ്റെ ഫോട്ടോ എടുത്തത് പോക്കൃത്തരായിപ്പോയി. അത് പിന്നെ പോട്ടെ, നല്ലൊരു കാര്യത്തിലാണ് നോക്കാം. പക്ഷെ ചേട്ടാ, വനിതയ്ക്ക് അയച്ചു കൊടുക്കാനാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നേ. ചേട്ടനത് മഞ്ചാടിക്കാണല്ലോ അയച്ചത്.
എന്തായാലും ഫോട്ടോ മഞ്ചാടിയിൽ അടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് മാത്രം പറയല്ല, സംഭവം കിട്ടിക്കിയിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. അന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ലൈറ്റായിട്ടൊന്ന് പതറിപ്പോയായിരുന്നേ. സ്നേഹം കൊണ്ട് ആൾക്കാരും സത്യം പറയല്ലേ. ചേട്ടൻ സൂപ്പറാ. ഞാനെടുത്ത ക്രിസ്പി. ഹലോ മകേഷ് ചേട്ടാ, മറ്റവൻ്റെ കൂട്ടുകാരന്മാർ ഇതേ ചപ്പാത്തി ജംഗ്ഷനിലുണ്ട്. വേഗം വാ, അവർ ചവിട്ടി കൂട്ടിയിട്ട് നമുക്ക് ചെരുപ്പിടാം. നിനക്ക് നാണമില്ല ക്രിസ്പി വിളിച്ചെന്നോട് പറയാൻ? ഓ ശരി മകേഷ് ചേട്ടാ. എന്താ ഇച്ചിരി നേരത്തെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. ഓട്ടം നോക്കിയേ. ഹായ് ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ബേബി ചേട്ടാ മറ്റവൻ്റെ 2 കൂട്ടുകാരന്മാർ ഏതോ അബ്ദിയകാംക്ഷയും നല്ല താങ്ങാങ്ങി. എനിക്കങ്ങ് ഇഷ്ടമായി. ദൈവമുണ്ട് ബേബി ചേട്ടാ, ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു നന്ദി കെട്ടപ്പെട്ട് ഞാൻ ഇവിടെ പണിക്ക് വയ്ക്കൂ. അതെന്നെ ബേബി ചേട്ടാ ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. എണീക്കടാ. എന്നാ നീ സോണിയും തമ്മിൽ എന്നാടും ഗുൾഫിയാടാ. ഇനി നീ എൻ്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പന നിറങ്ങിയാം നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എരപ്പേ നീ നിർത്ത്. സോണിയോട് ഈ കാര്യം ചോദിച്ചാൽ ബേബി ചേട്ടൻ ചോദിക്കണ്ട. ചോദിച്ചു ചിലപ്പോൾ ഈ മുഖത്ത് ഒപ്പു. ഞാൻ നിർത്തി ആയിക്കോട്ടെ. ഡിങ്കോൾഫി അല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഞാൻ തല്ലിപ്പൊളിയാണ്, പക്ഷെ നമ്മുടെ സോണിയ അവൾ മുത്തല്ലേ ബേബി ചേട്ടാ. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്ന പറഞ്ഞ എത്ര സത്യ. ക്രിസ്പി, ഈ മനസ്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പൊന്നു നായിട്ട് അവരെ കരയിക്കണം. ബേബി ചേട്ടനല്ലേ.